നമുക്ക് കുറച്ച് മുമ്പ് ഒന്നാമത്തെ ഒരു ചോദ്യമായിട്ട് കുറച്ച് മുമ്പ് നമ്മൾ ചെയ്തൊരു എപ്പിസോഡിൽ ഇപ്പോൾ ഭർത്താവിൻ്റെ പെങ്ങൾ എന്ന വിഷയത്തിൽ കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ മറുപടിയിൽ പല വീട്ടിൽ നടക്കുന്ന കോമൺ ആയിട്ടുള്ള മറുപടിയിൽ ഒരു സ്ത്രീ നമ്മുടെ ഒരു സഹോദരി അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ 4 സഹോദരിമാർ, അതിലൊരു ആങ്ങളെയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ ആങ്ങളയുടെ ഭാര്യയെ ഞങ്ങൾ പൊന്നുപോലെയാണ് ഞങ്ങൾ നോക്കിയത്. പക്ഷേ നമ്മുടെ മറുപടിയിൽ എന്ന് വെച്ചാൽ സാധാരണ നാത്തുമ്പോൾ ഉണ്ടാവുന്ന നിലക്ക് അങ്ങനെ പറഞ്ഞ മറുപടിയിൽ ഞങ്ങളൊരു തൃപ്തികരമല്ല. കാരണം ഞങ്ങളങ്ങനെ ഒരിക്കലും അവളെ ഉപദ്രവിക്കാനോ ഒന്നും ഞങ്ങൾ ചെയ്തില്ല. അവളാണ് ഞങ്ങളുടെ കുടുംബം ശിഥിലമാക്കിയത്. അപ്പോൾ അതിലൊരു ക്ലാരിഫിക്കേഷൻ നമ്മളൊന്ന് കൊടുത്താൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതെ അതെ, നമ്മളങ്ങനെ സ്വാഭാവികമായി പറഞ്ഞു പോയപ്പോൾ അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. സാധാരണ വെച്ചാൽ നിരന്തരമായി നമുക്ക് വരുന്ന ചോദ്യങ്ങളിലെല്ലാം പൊതുവേ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടികൾ ഭർത്താവിൻ്റെ പെങ്ങന്മാരെ കുറിച്ച് അവരെ കൊണ്ട് വളരെ ബുദ്ധിമുട്ടാണെന്ന് പറയുന്നതാണ് നമ്മൾ കോമൺ ആയിട്ട് കേൾക്കാറുള്ളത്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോയതായിരിക്കും. നമുക്ക് ഇവർ പറയുന്നത് തന്നെ 100% നമുക്ക് വിശ്വാസത്തിലെടുക്കാം. അവർ വളരെ നന്നായി പെരുമാറിയിട്ടും ആങ്ങളയുടെ ഭാര്യ അവരോട് മാന്യമായി പെരുമാറുന്നില്ല എന്നുള്ള അതിൻ്റെ സാധ്യതയെ നമ്മൾ നിഷേധിക്കണമെന്നില്ല. എന്താ വെച്ചാൽ പല സ്ത്രീകളും പല സ്വഭാവക്കാരായിരിക്കും. അപ്പോൾ പൊതുവേ എന്താണ്, ഞാനിങ്ങനെ ഭർത്തൃ വീട്ടിലൊന്ന് ഒതുങ്ങി ജീവിച്ചെങ്കിലേ എനിക്കിവിടെ നിലനിൽക്കാൻ പറ്റൂ എന്ന ഒരവസ്ഥയാണ് ബഹുഭൂരിപക്ഷം മരുമക്കൾക്കും ഉണ്ടാവുക. എന്നാൽ പരിധിയിലധികം സ്വാതന്ത്ര്യം എടുക്കത്തക്ക വിധത്തിൽ ഭർത്താക്കന്മാരുടെ പിന്തുണയുള്ള പല സ്ത്രീകളുണ്ടായിരിക്കും. അതായത് വീട്ടിൽ എന്തു തന്നെ ഭാര്യ ചെയ്താലും ഭാര്യയെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള നിലപാടുള്ള ചില പുരുഷന്മാരുണ്ട്. അപ്പോൾ അങ്ങനത്തെ അവസ്ഥ വരുമ്പോൾ എന്താണെന്ന് വിചാരിച്ചാൽ സ്വാഭാവികമായും ഈ മരുമക്കൾ അവരുടെ സ്വാതന്ത്ര്യം ചിലപ്പോൾ ദുരുപയോഗപ്പെടുത്തും. അങ്ങനെ വരാനാണ് എന്താണ് ഇതിൽ സാധ്യത. പക്ഷേ ഞാനതിൽ കാണുന്നൊരു കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ ഇങ്ങനെ ആങ്ങളയുടെ ഭാര്യ ഇത്തരത്തിലൊരു മോശമായ പെരുമാറ്റവും സ്വഭാവവും കാണിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമെന്ന് പറഞ്ഞാൽ സ്വന്തം സഹോദരനോട് ബന്ധപ്പെട്ട് ആ ഒരു കുടുംബ ബന്ധം നിലനിർത്തിക്കൊണ്ടു പോകാൻ ഇവർക്ക് പ്രയാസമായിരിക്കും എന്നുള്ളതാണ് അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം എങ്ങനെയായിരുന്നാലും ആ കുട്ടികളായിട്ട് ബന്ധപ്പെടാനും ആ വീടായിട്ട് ബന്ധപ്പെടാനും ഒക്കെ എപ്പോഴും എന്ത് ചെയ്യും, ഇവർക്ക് പ്രയാസമായിരിക്കും. അതായിരിക്കും ഇവരനുഭവിക്കുന്നൊരു പ്രയാസം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും മരുമക്കൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ എങ്ങനെയെന്ന് വിചാരിച്ചാൽ അവരവിടെ തന്നെ കഴിയണമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് വേറൊരു ഓപ്ഷൻ ഉണ്ടാവില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തൊക്കെയാണോ ഇവരായിട്ട് ബന്ധപ്പെടാൻ പറ്റുക ആ എല്ലാ ബന്ധങ്ങളും ഇവർ പുലർത്തി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. പൊതുവേ അവരിൽ നിന്ന് ഉപദ്രവങ്ങൾ വരാനുള്ള സാധ്യതകളെ ഇല്ലാതാക്കുക. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പോകേണ്ട. സ്വാഭാവികമായിട്ടും അവരെ വിളിക്കുന്നതും അവിടെ ബന്ധപ്പെടുന്നതും ഒക്കെ അവർക്ക് പ്രയാസമാണെങ്കിൽ വേണ്ടെന്ന് വെക്കുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല. പക്ഷെ ആങ്ങളയോടുള്ള ബന്ധം എന്ത് ചെയ്യണം, ഏറ്റവും നല്ല രൂപത്തിൽ തുടർന്ന് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതേ അതിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റുള്ളൂ. അതിലിപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ സാധാരണ മരുമക്കൾ അങ്ങനെയാണ്, അവരാണത് ഉപദ്രവിക്കപ്പെടുന്നത്. അതെ അതെ അതെ. പക്ഷെ ചില മരുമക്കൾ വന്നിട്ട് തീർച്ചയായും ഉണ്ടാവും. അതായിരിക്കും അങ്ങനെയാണെങ്കിൽ തീർച്ചയായും അതൊരു വിഷമകരമായ കാര്യം തന്നെയാണ്. അതിനെന്ത് ചെയ്യും, ആങ്ങളെയുമായുള്ള ബന്ധത്തിന് തടസ്സം വേണ്ട. അത് നന്നായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോവുക. ഇവരോട് പെരുമാറുമ്പോൾ എന്താണോ ബുദ്ധിമുട്ട്, ആ ബുദ്ധിമുട്ടുള്ള സംഗതികൾ ഒഴിവാക്കിയിട്ട് ഒരകലത്തിൽ നിൽക്കുക എന്നുള്ളത് മാത്രമേ സാധ്യമാകൂ. പിന്നെ മാത്രമല്ല ഇവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇത്തരം പെൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ വന്നിട്ട് ആ കുടുംബത്തെ യോജിപ്പിച്ച് ഇവരൊന്നിച്ച് കഴിഞ്ഞിരുന്ന ആങ്ങള പെങ്ങന്മാരെ ഒന്നിച്ച് കഴിയാനുള്ള അവസരങ്ങൾ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് വളരെ വലിയ ഒരു അക്രമമാണ്. ഒരിക്കലും ചെയ്യാൻ പാടില്ല. നമ്മുടെ വീട്ടിൽ വന്നിട്ടുള്ള ഒരു മരുമകളെ സംബന്ധിച്ചിടത്തോളം അവിടെ നിലനിൽക്കുന്ന കുടുംബ ബന്ധങ്ങളെയും സൗഹൃദങ്ങളെയും ഒക്കെ എന്ത് ചെയ്യുക. അത് പല സ്ത്രീകളും അങ്ങനെ ഉണ്ട്. ഉമ്മയും വാപ്പയും തമ്മിലുള്ള ബന്ധങ്ങൾ ഇല്ലാതാക്കിയവരുണ്ട്. സഹോദരങ്ങളും സഹോദരിമാരും തമ്മിലുള്ള ബന്ധങ്ങൾ, അതൊക്കെ വളരെ ദുഷിച്ച പ്രവർത്തികളാണ്. നമ്മൾ എന്തായാലും മുറിക്കൽ അത് തീർച്ചയായും നമ്മൾ ഒരു നിലക്കും അംഗീകരിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അതൊക്കെ അവർ നല്ല നിലക്ക് ഉപദേശിച്ച് ശരിയാക്കാൻ പറ്റുകയാണെങ്കിൽ അത് തന്നെയാണ് അതിൻ്റെ വഴി. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്.